നമ്മുടെ നാട്ടിൽ ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം ഈ ഓഫീസ് കയറി കിടക്കണം, എത്ര പേർക്ക് കൈക്കൂലി കൊടുക്കണം. നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ തൂണിന് പോലും കൈക്കൂലി കൊടുത്തെങ്കിലേ കാര്യം നടക്കുമെന്ന്. അത് തൂണിനും ഭിത്തിക്കും എല്ലാം കൈക്കൂലിയാണ്, എല്ലാം കൈക്കൂലി. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ കൈക്കൂലി ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാന ഒരു നിയമം, എനിക്ക് എൻ്റെ ആൾക്കാരെ ജയിപ്പിച്ച് എന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഞാൻ അത് നടപ്പിലാക്കിയിരിക്കും. അപ്പോൾ പി.ഒ. രാജൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെ ഒരു തിരിമറി, അതായത് ജനകീയമാക്കാൻ, ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ കൊണ്ടുവരാൻ താങ്കൾ എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതേപ്പറ്റി ഒന്ന് വിവരിക്കാമോ? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള വ്യവസ്ഥകളെല്ലാം വളരെ മോശമായതാണ്. ഒരു പുതിയ വ്യവസ്ഥ സ്ഥാപിക്കാതെ അവിടെ യാതൊരു മാറ്റങ്ങളും വരുത്താൻ പറ്റത്തില്ല. എന്താണ് ആ വ്യവസ്ഥകൾ? ആ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കാതെയും അല്ലെങ്കിൽ സ്വജനങ്ങളല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ കച്ചേരിയിൽ തൂണിന് പോലും കാശ് കൊടുക്കണമെന്ന് പണ്ട് മുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആയിട്ടുണ്ട് ഇപ്പോഴ്. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ കൈക്കൂലിയും അഴിമതിയും ഇല്ലാതാക്കിയാൽ, കാര്യക്ഷമതയില്ലായ്മയും ഇല്ലാതാക്കുക, കാര്യക്ഷമതയല്ല, കൈക്കൂലിയും ഈ അഴിമതിയും ഇല്ലാതാക്കിയാൽ കാര്യക്ഷമത തന്നെ ഉണ്ടായിക്കോളൂ. കാരണം കൈക്കൂലി വാങ്ങുന്നവന് അന്ന് ജോലി ഇല്ലാതാവും. അവൻ ജോലി ചെയ്തില്ലെങ്കിൽ അവന് ജോലി ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല. ഹീ ഈസ് അൺഫിറ്റ് ടു ബി അൺഫിറ്റ്. അതായത് പി.ഒ. രാജൻ മുഖ്യമന്ത്രിയായാൽ കൈക്കൂലി വാങ്ങുന്നവനെ ജോലിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നവനല്ല, കൈക്കൂലി വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും. അത് ശരി. കൈക്കൂലി വാങ്ങാനേ പറ്റില്ല. അതെങ്ങനെയാ അവസ്ഥ ഉണ്ടാക്കുന്നതിനുള്ള ഒരു നിയമം എന്ന് പറയുന്നത്, എല്ലാ നിയമങ്ങളുടെയും അമ്മയായ ഒരു നിയമം, ദ മദർ ഓഫ് ഓൾ ലോസ്, അങ്ങനെ ഒരു നിയമം പാസ്സാക്കും. അത് കേരള നിയമസഭയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പാസ്സാക്കാനുള്ളതേ ഉള്ളൂ. അതിന് പാർലമെൻറ്റോ കേന്ദ്രമോ അല്ലെങ്കിൽ ഭരണഘടനയോ ഒന്നും അതിനകത്ത് ഇടപെടാൻ ഒക്കാത്ത വിധം വളരെ സിമ്പിളായ ഒരു നിയമം. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് ആ നിയമം ഒരുപക്ഷെ കേരളത്തിൽ മാത്രം അപ്പോൾ ബാധകമായിരിക്കും. കേരളത്തിൽ മാത്രം ബാധകമായി നല്ലതാണെന്ന് കണ്ടാൽ ഇന്ത്യ മുഴുവനും അത് ബാധകമാക്കാൻ നമ്മുടെ പാർട്ടി തന്നെ എല്ലാ നാട്ടിലും ഭരിക്കും. സ്വന്തമായിട്ട് വല്ല രാഷ്ട്രീയ പാർട്ടി മനസ്സിലുണ്ടോ? സകല മലയാളികൾക്കും അറിയാവുന്ന ഒരാളുണ്ട്, മാവേലി എന്ന് പറയുന്നത്. എല്ലാ കൊല്ലവും ഓണം കൊണ്ടാടിയിട്ട് മാവേലി നാടുവാ നീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ലോകത്തിൽ ആദ്യമായിട്ട് സോഷ്യലിസം നടപ്പിലാക്കിയ ഒരു മഹാരാജാവാണ് മാവേലി. അപ്പോൾ ഒരു രാജഭരണം വീണ്ടും തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. സോഷ്യലിസമാണ് ആ രാജാവ് നടപ്പിലാക്കിയത്. അപ്പോൾ ജനാധിപത്യം ഇല്ല. അന്ന് സോഷ്യലിസം നടപ്പിലാക്കിയപ്പോൾ ജനാധിപത്യമായാലും രാജഭരണമായാലും നാട്ടുകാർക്ക് നല്ലതായിട്ട് എന്ത് കിട്ടുന്നോ അതാ നല്ലത്. അപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി എന്താ പാർട്ടിയുടെ പേര്? ആ പാർട്ടിയുടെ പേര് മാവേലി പാർട്ടി എന്നാണ്. മാവേലി പാർട്ടി. ആയിരം കൊല്ലങ്ങളായി നമ്മുടെ ആൾക്കാർ സ്വപ്നം കാണുന്ന മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് മാവേലി തമ്പുരാൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ വെറുതെ ഓണം കൊണ്ടാടിയിട്ട് കാര്യമില്ല. ഓണം കൊണ്ടാടി ഇങ്ങനെ പോകുന്നതല്ലാതെ ആ ഒരു ഭരണം നാട്ടിൽ നടപ്പിലാക്കാൻ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയിട്ട് എവിടെ ഇരുന്നാലും ഓണം കൊണ്ടാടുന്ന മലയാളിക്ക് ഈ ഒരു ഉത്തരവാദിത്തം കൊണ്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ആ ഭരണം വരണമെന്നുള്ളത്. ആ കൺസെപ്റ്റ് കൊള്ളാം. പക്ഷേ ആ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്ത്, അതിൻ്റെ അജണ്ട എന്തെല്ലാം ചെയ്യാനായിട്ട്, പ്രായോഗിക തലത്തിൽ എന്തെല്ലാം ചെയ്യാനായിട്ട് ആണ് രാജൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതിലെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, അതായത് അതിന് വേണ്ടത്ര പ്രവർത്തകർ രാജൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ടോ? പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് തുടങ്ങുമ്പോൾ
അത് ഇഷ്ടപ്പെടുന്നവരെ അതിനോടുകൂടെ ചേരുമ്പോഴാണ് ആൾക്കാരുണ്ടാകുന്നത്. അങ്ങനെ ഈ ലോകം മുഴുവനുള്ള മലയാളിക്ക് മാവേലി നാട് വാണിരുന്നത് പോലെ നമ്മുടെ നാട് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഓണം കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ വെറുതെ അല്ല ഓണം കൊണ്ടാടുന്നത്. അങ്ങനെ നമ്മൾക്കും മലയാളികൾക്കും ഒരു ഡ്രീം 1000 കൊല്ലങ്ങളായിട്ടുണ്ട്. അതെ, അത് ആ ഡ്രീം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ വേറൊരു കുഴപ്പം നമ്മുടെ മലയാളികളിലുണ്ട്. ആ കുഴപ്പം എന്തോന്ന് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് നന്നാവില്ല. മലയാളി എന്ന് പറയുന്നവൻ്റെ വായിൽ നിന്ന് വേറൊന്നും വരത്തില്ല, നമ്മുടെ നാട് നന്നാവത്തില്ല. അതായത് ആ അഭിപ്രായത്തിനെതിരെ, ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു ശക്തി പകരാൻ മലയാളിക്ക്, ലോകമെമ്പാടുമുള്ള മലയാളിക്ക് ഒരു ശക്തി പകരാനായിട്ട് ഇപ്പം രാജൻ മുന്നോട്ടിറങ്ങി. അത് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. ഞാൻ പണ്ട് ഇവിടെ 2 കൊല്ലം മുമ്പ് ഫോമയുടെ ഉദ്ഘാടന സമയത്ത് TP ശ്രീനിവാസൻ സാറ് UN അംബാസഡർ ആയിരുന്ന പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ ബുക്ക് കൊണ്ടുപോയി, നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ള ഈ ബുക്ക് ഞാൻ കൊടുത്തു വിട്ട് വായിച്ചിട്ട് അടുത്ത ദിവസം കാലത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എബ്രാമേ, എൻ്റെ ഒഫീഷ്യൽ നെയിം എബ്രാം എന്നാണ്, എബ്രാമേ ബുക്ക് നല്ലതാണ്, അതിനകത്ത് എഴുതിയേക്കുന്ന എല്ലാം ശരിയാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല, അതായത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാക്കത്തില്ല. അപ്പോൾ മിസ്റ്റർ രാജൻ്റെ ഈ ബുക്ക് എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഒന്ന് ചുരുക്കി പറയാമോ, എന്തായിരുന്നു ഈ ബുക്കിലെ, ഈ പുസ്തകത്തിലെ മുഖ്യമായ ആശയം? ബുക്കിൻ്റെ മറുവശത്ത് പറയുന്നത് പാർട്ടി ഏതായാലും നാട് നന്നായാലും മതി. അപ്പോൾ മാവേലി പാർട്ടി വേണമെന്നില്ല, ഏത് പാർട്ടി നാട് നന്നാക്കാൻ പാർട്ടിയുണ്ടെങ്കിൽ ഞാൻ പിൻവലിയാൻ തയ്യാറാണ്. എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ അമേരിക്ക കഴിയുന്നവനാ. അപ്പോൾ അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികൾ വളരെ മോശമായ രീതിയിലാണ്, ഏറ്റവും മോശമായ രീതിയിലാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രാജൻ മുന്നോട്ടിറങ്ങി. അത് തന്നെ, അതാണ് ജനങ്ങളുടെ പാർട്ടി. ഇപ്പോൾ ഉള്ള പാർട്ടികൾ ഭരിക്കുകയല്ല, കിട്ടുന്നതെല്ലാം പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പറിച്ചു കിട്ടുന്നത് ഉടനെ ദുബൈയിലേക്ക് എത്തിക്കും. എവിടെ? ദുബായ്. ഈ മന്ത്രിമാരുടെ എല്ലാം മക്കൾ ദുബൈയിലുണ്ട്, മരുമക്കൾ ദുബൈയിലുണ്ട്. എന്ത് അവിടെ മോട്ടിച്ചാലും ദുബൈയിലാണ് അത് മാറുന്നത്. അത് ശരി. കള്ളപ്പണം മാറാനായിട്ട് മന്ത്രിമാർ 200 കിലോ പുത്തൻ നോട്ടുമായിട്ട് ദുബൈയിലേക്ക് പോകും. കാരണം മന്ത്രിമാർ പോയാൽ അവന്മാരുടെ ബാഗേജ് ചെക്ക് ചെയ്തുകൂടാ. 200 കിലോ 1000-ൻ്റെ നോട്ടുകൾ കൊണ്ടുപോയിട്ട് അവിടെയുള്ള വലിയ സ്വർണ്ണക്കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് എണ്ണിയെടുക്കുകയല്ല, സ്വർണം തൂക്കുന്ന ത്രാസി തൂക്കിയെടുത്തിട്ട് എമൗണ്ട് എഴുതി വയ്ക്കും. അതിന് എഗ്രിമെൻറ്റും വേണ്ട, ഒന്നും വേണ്ട. യവന്മാരുടെ കാശ് അവിടെ ഇട്ടിട്ടാണ് ഈ ദുബായ് മൊത്തം സ്വർണ്ണക്കടകൾ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു കടക്കാരന് 21ാമത്തെ സ്വർണ്ണക്കട തിരുവനന്തപുരത്ത് തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടൊരു